നടൻ കൊല്ലം തുളസി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. കൊല്ലം തുളസി, ഒരുപക്ഷെ വിവരിക്കാനാകാത്ത വലിയ ഒരു നഷ്ടം, ഒരു വിടവ് മലയാള സിനിമയിൽ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് പറയേണ്ടി വരും. പെട്ടെന്നൊരു നന്മയുള്ള അമ്മയുടെ മുഖം എന്നൊക്കെ ഓർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന താരത്തിൻ്റെത്. ഇപ്പോൾ പ്രിയപ്പെട്ട താരം ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളുന്ന ഒരു സമയമാണ്. എങ്ങനെ അനുസ്മരിക്കുന്നു? സത്യത്തിൽ ഞാൻ ആ വാർത്ത ഇപ്പോൾ മാത്രമാണ് അറിയുന്നത്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അമ്മയെ പോയി കണ്ടിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പോൾ അന്ന് അമ്മ വളരെ ഊർജ്ജവതിയാണ്. ഞാൻ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച പടങ്ങളിലെ ഓരോ തമാശകളൊക്കെ പറയുക, അമ്മ അത് ഓർത്ത് ചിരിക്കുകയും എന്നെ കൈപിടിച്ച് എന്റെ കൈ തടയി തരുകയും ഞാൻ അങ്ങോട്ട് തടയി കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്നേരമൊന്നും ഞാൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഒരു അമ്മ സങ്കല്പം മൊത്തം മാറ്റിമറിച്ച നമ്മുടെ യഥാർത്ഥ അമ്മയെ കുറിച്ചുള്ള ഒരു തോന്നൽ പോലും ഇങ്ങനെ ഒരു അമ്മ ഉണ്ടല്ലോ എന്ന് പലപ്പോഴും ഈ കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞ നടിയുടെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ അതുപോലൊരു അമ്മ അല്ലല്ലോ എനിക്ക് അമ്മ എന്ന് എന്റെ അമ്മയോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാര്യം അഭിനയമാണെങ്കിൽ പോലും അഭിനയമാണെന്ന് തോന്നാത്തക്ക രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു സ്വാഭാവികമായ അഭിനയം, യഥാർത്ഥിതിയുള്ള അഭിനയം, അതായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ഒന്ന് കഥായിരിക്കുന്ന വൃത്തിയിൽ. അതുപോലെ അതൊരു വിടവ് തന്നെയാണ്. ആ വിടവ് ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പല തലമുറകളെ കഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയല്ലോ. ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ തലമുറയിൽപ്പെട്ട പഴയ ആളുകൾ, എന്റെ വില്ലൻ നടന്മാരുടെ കൂട്ടത്തിലുള്ള മിക്കവാറും എല്ലാവരും ഒക്കെ കഴിഞ്ഞു പോകുന്നു. അല്ല, അമ്മ വേഷം കിട്ടുന്ന പറ്റും കവിയൂർ പൊന്നമ്മ ഉൾപ്പെടെ അവസാനം അതും പോയി, സുകുമാരി ചേച്ചി പോയി, അങ്ങനെ പലരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു വേദന, അകപ്പാടെ മലയാള സിനിമ വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയിൽ പോകുന്ന അവസരത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത് താങ്ങാൻ പറ്റാത്ത ഒരു ആഘാതം കൂടിയാണ്. ഏതായാലും അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കാനും മലയാള സിനിമാക്കാരോടും അല്ലാത്തവരോടും എല്ലാം ഒപ്പം എന്ന് കരയുവാനും മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. ഒരു ഉള്ളിക്കണ്ണുനീർ ഞാനും എന്റെ പ്രിയപ്പെട്ട ചേച്ചിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ഞാനും പൊഴിക്കുകയാണ്. പൂർണ്ണമായും ആ വേദന ഉൾക്കൊള്ളുന്നു കൊല്ലം തുളസി. അതിനോടൊപ്പം തന്നെ അഭിനയിച്ച സിനിമകൾ നേരത്തെ സംവിധായകൻ കമൽ അനുസ്മരിക്കുകയായിരുന്നു. സെറ്റിൽ എല്ലാവർക്കും അമ്മയായിരുന്നു. അത് ഏതൊരു ഘട്ടത്തിൽ ഏത് സെറ്റിലേക്ക് വന്നാലും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അമ്മ, എത്രയോ നാളായി പരിചയമുള്ള ഒരു അമ്മ, സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന അമ്മ. ആ നിലയ്ക്കുള്ള ഒരു അനുഭവമാണ് ഒരു തവണയെങ്കിലും കവിയൂർ പൊന്നമ്മ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നവർക്കൊക്കെയും ലഭിക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായ വ്യക്തിജീവിതത്തിൽ എത്രത്തോളം കവിയൂർ പൊന്നമ്മയുമായി ഒരു അടുപ്പം ഉണ്ടായിരുന്നു? സിനിമാ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? അതെ, അമ്മയുടെ ശബ്ദത്തിന് തന്നെ ഒരു പ്രത്യേകതയുള്ള ശബ്ദം, സാധാരണ രീതിയിലുള്ള ഒരു ശബ്ദം, ഒരു വേറിട്ടൊരു ശബ്ദം വരും. അത് സങ്കടം കൂടെ കലർത്തിയുള്ള ഒരു പ്രസന്റേഷൻ കൂടെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അമ്മ കരഞ്ഞാല് നമ്മൾ കരഞ്ഞു പോകും. അത്ര ഒരു എന്താ അതിനൊരു വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് തന്നെ പറയാം. ഏതായാലും ദുഃഖിക്കാനും വിഷമിക്കാനും ചിന്തിക്കാനും എല്ലാം വഴുത്തുള്ളൂ. ഈശ്വരൻ പൊന്നമ്മ ചേച്ചിയുടെ ആത്മാവിനെ നിത്യശാന്തി യോഗട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാനും കണ്ണുനീർ വാർക്കുന്നു. നന്ദി കൊല്ലം തുളസി ഈ ഒരു ഘട്ടത്തിൽ അനുസ്മരിച്ചതിന്.